ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തന്തൂരി ചിക്കൻ. റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കാവുന്നതിനേക്കാൾ രുചിയേറിയ ഈ തന്തൂരി ചിക്കൻ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തന്തൂർ സെറ്റിലാണ് ചാർക്കോൾ ഉപയോഗിച്ച്. സ്മോക്കി ഫ്ലേവറും പെർഫെക്റ്റ് മസാലയുമായുള്ള തന്തൂരി ചിക്കൻ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഫർഹാന റാഷിദ്. വെൽക്കം ടു അവർ ചാനൽ ക്രഷ് ജിഞ്ചർ. ഇന്ന് ഞാൻ 750 ഗ്രാം ചിക്കൻ ഉപയോഗിച്ചാണ് തന്തൂർ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ചിക്കൻ വൈറ്റ് വിനെഗർ, സോൾട്ട് ഉപയോഗിച്ച് നന്നായി കഴുകി വാർത്തു വെക്കണം. ഇനി 250 ഗ്രാം തൈര് വെള്ളത്തിൽ തൂക്കി കെട്ടിവെക്കണം. ഇതിൽ നിന്ന് എല്ലാ വെള്ളവും വാർത്ത് കഴിഞ്ഞാൽ ഇതിനെ ഹങ്കർഡായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചിക്കനെ ഇതുപോലെ ഡീപ്പ് കട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് മാരിനേഷൻ ചെയ്യാം. ഇതിനായി 1 ടീസ്പൂൺ സോൾട്ട്, 1 ടീസ്പൂൺ വൈറ്റ് വിനെഗർ, 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഇനി സെക്കൻഡ് മാരിനേഷൻ തയ്യാറാക്കാം. ഇതിനായി ഒരു പാൻ ചൂടാക്കി 4 ടേബിൾ സ്പൂൺ കടുകെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം 2 ടീസ്പൂൺ കടലമാവ് ചേർക്കാം. ലോ ഫ്ലെയിമിൽ കടലമാവ് നന്നായി ഫ്രൈ ചെയ്യണം. ഇതിൽ നിന്ന് നല്ല അരോമ വരുന്നത് വരെ കടലമാവിനെ ഒന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിന് ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ മിശ്രിതം ഒന്ന് തണുക്കാൻ വെക്കണം. ഇനി സെക്കൻഡ് മാരിനേഷൻ തയ്യാറാക്കാം. ഒരു ബൗളിൽ ഹങ്കർഡ് 100 ഗ്രാം, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ സോൾട്ട്. ഇതിനൊപ്പം നേരത്തെ തണുക്കാൻ വെച്ചിരുന്ന കടലമാവിൻ്റെ മിശ്രിതം ചേർക്കാം. 1.5 ടീസ്പൂൺ റോസ്റ്റഡ് കസ്തൂരി മേഥി. ഇനി ഈ എല്ലാ മസാലകളെയും നന്നായി മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുക്കിംഗ് ഓയിലും കൂടി ചേർക്കുകയാണ്. മാരിനേഷൻ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ചേർക്കുകയാണ്. ചിക്കനും മാരിനേഷനും നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് പകുതി നാരങ്ങയുടെ നീരും 1 പിഞ്ച് റെഡ് ഫുഡ് കളറും ചേർക്കുകയാണ്. ഫുഡ് കളർ ഓപ്ഷനിലാണ്. ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. തന്തൂർ ചിക്കൻ്റെ മാരിനേഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ നമുക്ക് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. 2 മണിക്കൂറിന് ശേഷം ഒരു ഗ്രില്ലിംഗ് ബാസ്ക്കറ്റിൽ എണ്ണ ബ്രഷ് ചെയ്ത് ഇതിലേക്ക് ചിക്കൻ നിരത്തി വയ്ക്കാം. ബാർബിക്യൂ സെറ്റിൽ ചാർക്കോൾ ചൂടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല സ്മോക്കി ഫ്ലേവറുള്ള ചിക്കൻ തന്തൂർ റെഡിയാക്കിയെടുക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഗ്രില്ലിംഗ് ബാസ്ക്കറ്റ് മറിച്ചിട്ട് നോക്കാം. ചിക്കൻ്റെ കളർ കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് നല്ല അരോമയും വരുന്നുണ്ട്. ഇനി ചിക്കൻ്റെ മുകളിൽ എണ്ണയോ ബട്ടറോ നമുക്ക് ഒരു ബ്രഷ് കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ചിക്കൻ ഡ്രൈ ആയി പോകും. ഇതേപോലെ ഇടയ്ക്കിടെ മറിച്ചിട്ട് ചിക്കൻ ഒരു 20 മിനിറ്റോളം ചുട്ടെടുത്താൽ നല്ല സ്മോക്കി ഫ്ലേവറോട് കൂടിയ ഡിലീഷ്യസ് ചിക്കൻ റെഡിയായി കിട്ടും. ഈ മഴക്കാലത്ത് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുന്നത് ഒരു രസമാണ്. കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
വളരെ രുചികരമായ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്തൂരി ചിക്കൻ ഞാൻ സെർവ് ചെയ്യുന്നത് ഹോം മെയ്ഡ് മയോണീസിൻ്റെ ഒപ്പമാണ്. If you like this chicken tandoori recipe, please like, share and subscribe to our channel. Thanks for watching.